ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. നിങ്ങൾക്കറിയാം, ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റിയെ പറ്റിയും വേരിയേഷനെ പറ്റിയും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ്. എന്താണ് ഹെറിഡിറ്റി? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, അതായത് മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള സാമ്യങ്ങൾ, അതാണ് ഹെറിഡിറ്റി. വേരിയേഷൻ എന്താണ്? മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള വ്യത്യസ്തതകൾ. ഇതിനെപ്പറ്റിയുള്ള പഠനം, ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള പഠനമാണ് ജെനറ്റിക്സ്. ചുരുക്കത്തിൽ ഇൻഹെറിറ്റൻസ് എങ്ങനെ നടക്കുന്നു, നമ്മളിലുള്ള ഒരു സ്വഭാവം നമ്മളുടെ കുട്ടികളിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനമ്മമാർക്കുള്ള സ്വഭാവം നമ്മളിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഇതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ജെനറ്റിക്സിൻ്റെ നമ്മളിപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 15ാമത്തെ പേജിൽ നോട്ട്സിലുണ്ട്. നോട്ടും കൂടി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഈ ജെനറ്റിക്സിനെ പറ്റി ബേസിക്കലി പഠനം നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയും. ഈ മെൻഡൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പള്ളിയിലെ വികാരിയായിരുന്നു. അദ്ദേഹം തൻ്റെ തോട്ടത്തിൽ പൈസം സറ്റൈവം, ഒരുതരം പയറ് ചെടിയാണ് പൈസം സറ്റൈവം. ഈ ചെടിയിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സ്, ഈ എക്സ്പെരിമെൻറ്റ്സ് ആണ് യഥാർത്ഥത്തിൽ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ മെൻഡൽ, ഗ്രിഗർ മെൻഡൽ, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മെൻഡൽ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ഒന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, മെൻഡൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുകളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലി അതിനെ അനലൈസ് ചെയ്ത് റിസൾട്ടൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അപ്പോൾ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നതിന് അന്നത്തെ സയൻറ്റിസ്റ്റുകളൊന്നും, അന്നത്തെ ആൾക്കാരൊന്നും അതിനെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ മെൻഡലിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചില്ല. പിന്നീട് മെൻഡലൊക്കെ മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ മെൻഡൽ ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് തന്നെ വേറെ ചില സയൻറ്റിസ്റ്റുകൾ വീണ്ടും ചെയ്യുകയും അതേ റിസൾട്ടും അവർക്ക് കിട്ടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇത് മെൻഡൽ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മെൻഡലിന് അംഗീകാരം ലഭിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, മെൻഡൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? പൈസം സറ്റൈവം, ഗാർഡൻ പീ എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്ന പൈസം സറ്റൈവം എന്ന് പറയുന്ന ഒരുതരം പയറ് ചെടിയാണ് അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ പൈസം സറ്റൈവം എന്ന് പറയുന്ന ചെടി ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മെൻഡൽ ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ എന്താണ് ഇവിടെ മെൻഡൽ ചെയ്തത്? ഇവിടെ മെൻഡൽ ചെയ്തത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തത്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഓൾറെഡി പഠിച്ചതാണ്. മെൻഡൽ ചെയ്തത് ഈ ഗാർഡൻ പീയിലെ ഒരു ഗാർഡൻ പീ പ്ലാന്റിനെ 2 ഗാർഡൻ പീ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്നു. ഇത് ബൈസെക്ഷൽ ആണ് ഈ ഗാർഡൻ പീ എന്ന് പറയുന്നത്. അതായത് ഒരു ചെടിയുടെ ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും രണ്ടും ഉള്ളതാണ്. മെൻഡൽ എന്ത് ചെയ്തു? ഒരു ഗാർഡൻ പീയെ മെയിലായിട്ട് കൺസിഡർ ചെയ്യുന്നു, രണ്ടാമത്തെ ഗാർഡൻ പീയെ ഫീമെയിലായിട്ട് കൺസിഡർ ചെയ്യുന്നു. മെയിലായിട്ട് കൺസിഡർ ചെയ്ത ചെടിയുടെ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്ത് ഫീമെയിലായിട്ട് കൺസിഡർ ചെയ്ത ചെടിയുടെ സ്റ്റിഗ്മയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫീമെയിൽ ചെടിയിൽ ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട് അനുവദിക്കുന്നു. ഫ്രൂട്ടിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യുന്നു. ആ സീഡ് നട്ടുപിടിപ്പിക്കുന്നു, പുതിയ ചെടി ഉണ്ടാകുന്നു.
ഇങ്ങനെ ഉണ്ടായ പുതിയ ചെടി എന്ന് പറയുന്നത് അടുത്ത ജനറേഷനാണ്. ഇതിന് മെൻഡൽ ഒരു പേര് കൊടുത്തു, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ. ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ എന്ന് മെൻഡൽ പേര് കൊടുത്തു. എന്താണ്? രണ്ട് ചെടികളെ തമ്മിൽ പ്രത്യുൽപാദനം നടത്തിച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ടെക്നിക്കലി ക്രോസ് ചെയ്യിക്കുന്നു എന്ന് പറയും. ക്രോസ് ചെയ്യിച്ച് ഉണ്ടായ ആദ്യത്തെ തലമുറ, ആ ആദ്യത്തെ തലമുറ, ആ തലമുറയ്ക്ക് മെൻഡൽ കൊടുത്ത പേരാണ് F1 ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. അപ്പോൾ F1 ജനറേഷനിലുണ്ടായ ചെടി, ഒരു ചെടിയെ അദ്ദേഹം എടുക്കുന്നു, വീണ്ടും ആ ചെടിയെ സെൽഫ് ചെയ്യിക്കുന്നു. സെൽഫ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെടിയിലെ പോളൻ ഗ്രെയിൻ എടുത്ത്, ആ ചെടിയുടെ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ എടുത്ത് അതേ ചെടിയുടെ തന്നെ, അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ ഡിപ്പോസിറ്റ് ചെയ്യിക്കുന്നു. അവിടെ ഒരു ഫ്രൂട്ട് ഉണ്ടാകാൻ അനുവദിക്കുന്നു. ആ ഫ്രൂട്ടിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്യുന്നു. ആ സീഡുകൾ നട്ടുപിടിപ്പിച്ച് പുതിയ ഒരു തലമുറയും കൂടി ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയ തലമുറയ്ക്ക് മെൻഡൽ ഒരു പേര് കൊടുത്തു, F2 ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം രണ്ട് പേരൻസിനെ സെലക്ട് ചെയ്യുന്നു. ഈ രണ്ട് പേരൻസിനെയും തമ്മിൽ പ്രത്യുൽപാദനത്തിൽ ഏർപ്പെടുപ്പിക്കുന്നു അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നു. പുതിയതായിട്ട് ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലേ? ഈ പുതിയതായിട്ടുണ്ടായ ചെടികളെ വിളിക്കുന്ന പേരാണ് F1 ജനറേഷൻ. ആ F1 ജനറേഷനിലെ ഒരു ചെടിയെടുത്ത് അതിനെ എന്ത് ചെയ്തു? സെൽഫ് ചെയ്തു. സെൽഫ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന അടുത്ത തലമുറയ്ക്ക് വിളിച്ച പേരാണ് F2 ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ. ഓക്കെ, ഇനിയും ഈ പൈസം സറ്റൈവം എന്ന് പറയുന്ന ചെടിയെ മെൻഡൽ സെലക്ട് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൈസം സറ്റൈവത്തിന് കുറേ അധികം പ്രത്യേക സ്വഭാവങ്ങൾ, പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അപ്പം മെൻഡൽ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്തത്? ഇങ്ങനെ പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഈ സന്താനങ്ങളും അതിൻ്റെ പേരൻസും തമ്മിലുള്ള സ്വഭാവങ്ങളിലുള്ള പ്രത്യേകതകളെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ സ്വഭാവങ്ങളിൽ തമ്മിലുള്ള സാമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഓരോ സ്വഭാവമായിട്ട് എടുത്തിട്ട് ആ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ വ്യത്യാസമുണ്ടോ എന്നൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഈ പൈസം സറ്റൈവത്തിൽ എളുപ്പം തിരിച്ചറിയാവുന്ന കുറേ അധികം സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. എളുപ്പം തിരിച്ചറിയാവുന്നത് എന്ന് മാത്രമല്ല, അതിൻ്റെ ഓരോ സ്വഭാവത്തിലും ഒന്നിൽ കൂടുതൽ ഫോമുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവിടെ പറഞ്ഞിട്ടുണ്ട് നോട്ടിൽ, ക്യാരക്ടേഴ്സ് സ്റ്റഡീഡ് ബൈ മെൻഡൽ എന്ന് പറഞ്ഞിട്ട്, ഇത് പൈസം സറ്റൈവം എന്ന് പറയുന്ന ഗാർഡൻ പീയിൽ കാണുന്ന ക്യാരക്ടേഴ്സാണ്. സ്റ്റെം ഹൈറ്റ് എടുത്ത് നോക്കിയാൽ ടോളുണ്ട്, ഡ്വാർഫുണ്ട്. അവിടെ ഡോമിനൻ്റ് എന്നും റിസസീവ് എന്നും എഴുതിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ സ്റ്റെം ഹൈറ്റ് ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിന് രണ്ട് വ്യത്യസ്ത ഫോമുകൾ അല്ലെങ്കിൽ രൂപങ്ങൾ ആ ചെടി കാണിക്കുന്നു. അതായത് ചില ചെടികൾ എന്താണ്? ടോളാണ്, ചില ചെടികൾ ഡ്വാർഫാണ്. അപ്പം രണ്ട് വ്യത്യസ്തതകൾ അവിടെ വന്നു. ഫ്ലവർ കളർ നോക്കിയാൽ പർപ്പിൾ കളറിലുള്ള ചെടിയുണ്ട്, വൈറ്റ് ഫ്ലവർ കളറുള്ള ചെടിയുണ്ട്. സീഡിൻ്റെ കളർ നോക്കിയാൽ യെല്ലോ കളറിലുള്ള സീഡോട് കൂടിയ ചെടികളുമുണ്ട്, ഗ്രീൻ കളറോട് കൂടിയ സീഡുകളോട് കൂടിയ ചെടികളുമുണ്ട്. സീഡിൻ്റെ ഷേപ്പ് നോക്കിയാൽ റൗണ്ട് ഷേപ്പ് സീഡുള്ള ചെടികളുണ്ട്, റിങ്കിൾഡ് ഷേപ്പുള്ള സീഡുള്ള ചെടികളുണ്ട്. റിങ്കിൾഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് റൗണ്ട് ആയിരിക്കത്തില്ല, ഇച്ചിരിയും കൂടെ ഒന്ന് പതുങ്ങിയ രൂപമായിരിക്കും. പോഡ് കളർ എന്ന് പറഞ്ഞാൽ, പോഡെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫ്രൂട്ടാണ്. ഫ്രൂട്ടിൻ്റെ കളർ നോക്കിയാൽ ഗ്രീൻ ഫ്രൂട്ടുള്ള ചെടികളുമുണ്ട്, യെല്ലോ ഫ്രൂട്ടുള്ള ചെടികളുമുണ്ട്. പോഡിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഇൻഫ്ലേറ്റഡ് ഷേപ്പ് ഉണ്ട്, കൺസ്ട്രിക്റ്റഡ് ഷേപ്പ് ഉണ്ട്. രണ്ട് ഷേപ്പുകൾ വരും. ഫ്ലവറിൻ്റെ പൊസിഷൻ നോക്കിയാൽ ആക്സിലറി പൊസിഷനുമുണ്ട്, ടെർമിനൽ പൊസിഷനിലുള്ള ഫ്ലവറുള്ള ചെടികളുണ്ട്. ആക്സിലറി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ
ആക്സിൽ, ലീഫും സ്റ്റെമ്മുമായിട്ട് വരുന്ന ആംഗിൾ, ആ ഭാഗത്ത് നിന്ന് ഫ്ലവർ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ആക്സിലറി ഫ്ലവർ എന്ന് പറയും. അതേസമയം സ്റ്റെമ്മിൻ്റെ ടിപ്പിലാണ് ഫ്ലവർ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ടെർമിനൽ ഫ്ലവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 7 വ്യത്യസ്ത സ്വഭാവങ്ങൾ ഈ ചെടിയിൽ കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന 7 വ്യത്യസ്ത സ്വഭാവങ്ങൾ. ഓരോ സ്വഭാവത്തിനും 2 ഫോമുകൾ അല്ലേ? അപ്പോൾ ഈ സ്വഭാവങ്ങളിലെല്ലാം അടുത്ത തലമുറയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിനടുത്ത തലമുറയിൽ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഇതാണ് മെൻഡൽ പഠനവിശേഷം ആക്കിയത്. ഓർത്തിരിക്കുക, അറ്റ് എ ടൈം ഒരു തവണ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ മാക്സിമം 2 സ്വഭാവമോ മാത്രമേ മെൻഡൽ കൺസിഡർ ചെയ്തുള്ളൂ. അത് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നോക്കിയേ, ഇപ്പോൾ ഈ 7 സ്വഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെടിക്ക് അടുത്ത തലമുറ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കിയാൽ ഈ 7 സ്വഭാവങ്ങളിലും നമുക്ക് വ്യത്യസ്തതകളും സാമ്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അതെല്ലാം കൂടി ഒന്നിച്ച് മെൻഡൽ കൺസിഡർ ചെയ്തില്ല. ഒന്നിച്ച് കൺസിഡർ ചെയ്തായിരുന്നെങ്കിൽ ഈ റിസൾട്ട് ഒന്നും മെൻഡലിന് കിട്ടത്തില്ലായിരുന്നു. ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഒരു തവണ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടർ, ഉദാഹരണത്തിന് സ്റ്റെം ഹൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്റ്റെം ഹൈറ്റ് മാത്രം, ആ സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ അടുത്ത തലമുറയിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലവർ കളറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലവർ കളർ എന്ന് പറയുന്ന സ്വഭാവത്തിന് എന്ത് മാറ്റമാണ് അടുത്ത തലമുറകളിൽ വരുമ്പോൾ സംഭവിക്കുന്നത്? ഇത് മാത്രമേ നോക്കത്തുള്ളൂ. ബാക്കി സ്വഭാവങ്ങളിലൊക്കെ സാമ്യവും വ്യത്യാസവും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും മെൻഡൽ എന്ത് ചെയ്തില്ല? അറ്റ് എ ടൈം കൺസിഡർ ചെയ്തില്ല. ഇനിയും ചിലപ്പോൾ മെൻഡൽ 2 സ്വഭാവം ഒന്നിച്ച് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, 2 സ്വഭാവങ്ങൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യും. അങ്ങനെയും മെൻഡൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെം ഹൈറ്റിന് എന്ത് സംഭവിക്കുന്നു, ഫ്ലവർ കളറിന് എന്ത് സംഭവിക്കുന്നു, ആ 2 സ്വഭാവങ്ങളിലും വരുന്ന മാറ്റങ്ങളും സാമ്യങ്ങളും കൺസിഡർ ചെയ്തു. ബാക്കി സ്വഭാവങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുന്നുവെന്ന് കൺസിഡർ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ മെൻഡൽ ഈ പൈസം സറ്റൈവത്തെ തെരഞ്ഞെടുത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ മെൻഡലിൻ്റെ സക്സസിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 7 വ്യത്യസ്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സും നമ്മൾ പറയും. ഈ വ്യത്യസ്തതയുള്ള 7 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള പൈസം സറ്റൈവത്തെ തെരഞ്ഞെടുത്തതാണ് മെൻഡലിൻ്റെ വിജയത്തിനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ പൈസം സറ്റൈവം ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു കുറ്റിച്ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈസി ആയിട്ട് ഈ പോളൻ ഗ്രെയിൻസ് എടുക്കാനും അടുത്ത ഫ്ലവറിൽ കൊണ്ടിടാനും ഒക്കെ പറ്റുമല്ലേ. അതേസമയം ഒരു വലിയ മരമായിട്ട് വളരുന്നതാണെങ്കിൽ ഇത് എളുപ്പമാണോ? അല്ല. അപ്പോൾ ഒരു ബുഷി പ്ലാന്റ് ആയിരുന്നതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് എളുപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മെൻഡലിൻ്റെ വിജയത്തിൻ്റെ മറ്റൊരു കാരണം. ഒരു കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഈ ഓരോ സ്വഭാവങ്ങളെ പറ്റിയും കൃത്യമായും പഠനം നടത്താനായിട്ട് മെൻഡലിന് സാധിച്ചു. അതാണ് വിജയത്തിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ബുഷി പ്ലാന്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ്. അതുകൊണ്ട് ക്രോസിങ്ങും സെൽഫിങ്ങും രണ്ടും ഒരേപോലെ തന്നെ ഇതിൽ ചെയ്തു നോക്കാനും അതിൻ്റെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യാനും പറ്റും. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത ചെടികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചെടികളുടെ ഫ്ലവേഴ്സിന് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. എന്നാൽ സെൽഫിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിൽ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ സെൽഫിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്ലവർ എന്നുള്ള പോളൻ ഗ്രെയിൻസ് എടുത്ത് അതേ ഫ്ലവറിനെ തന്നെ സ്റ്റിഗ്മയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ക്രോസിങ്ങും സെൽഫിങ്ങും ഒക്കെ മെൻഡലിന് ചെയ്യാൻ സാധിച്ചത് ഇതിന് ബൈസെക്ഷൽ ഫ്ലവർ ഉള്ളതുകൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഇത് ഷോർട്ട് ലൈഫ് സൈക്കിളുള്ള ഒരു ചെടിയായിരുന്നു. അതായത് ഇത് വളരെ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ്. ഒരുപാട് വർഷങ്ങളൊക്കെ എടുക്കുന്നതായിരുന്നെങ്കിൽ ഈ റിസൾട്ട് എത്രയോ വർഷം കഴിഞ്ഞേ മെൻഡലിന് കിട്ടത്തുള്ളായിരുന്നു. ഈ പറയുന്ന 7 സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഈ 7 സ്വഭാവങ്ങളും കൺസിഡർ ചെയ്തിട്ട് മെൻഡൽ ഇതേപോലെ ഹൈബ്രിഡൈസേഷൻ നടത്തി നോക്കി. എത്ര തവണ? ഒരുപാട് തവണ ഹൈബ്രിഡൈസേഷൻ നടത്തി നോക്കി. ആ റിസൾട്ടുകളെല്ലാം നോക്കി അതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് മെൻഡൽ ഈ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ
മെൻഡലിൻ്റെ സക്സസ്സിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഒന്ന്, പൈസം സെറ്റൈവം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പയറ് ചെടിയെ സെലക്ട് ചെയ്തു. അതിന് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ പഠനം നടത്താൻ അതുകൊണ്ട് തന്നെ മെൻഡലിന് സാധിച്ചു. ഈസിലി ഒബ്സർവബിൾ ആയിരുന്നു ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ മറ്റൊരു കാരണം പറഞ്ഞു, ഇതൊരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട്, ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റി. പിന്നീട് ഞാനൊരു കാരണം പറഞ്ഞു, ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ക്രോസിങ്ങും സെൽഫിങ്ങും നടത്തി നോക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു, ഇതൊരു ഷോർട്ട് ലൈഫ് സൈക്കിളുള്ള ചെടി ആയതുകൊണ്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അനേകം തലമുറകളെ ഉൽപ്പാദിപ്പിച്ച് നോക്കി പഠനങ്ങൾ നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അറ്റ് എ ടൈം ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ പരമാവധി 2 സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമേ അദ്ദേഹം കൺസിഡർ ചെയ്തുള്ളൂ. അതും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമാണ്. അപ്പോൾ ഓർത്തു നോക്കുക, അദ്ദേഹം എന്താണ് ചെയ്തത്? 2 ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്യിക്കുന്നു. ഉണ്ടാകുന്ന ആദ്യത്തെ തലമുറ F1 ജനറേഷൻ എന്ന് പറയുന്നു. F1 ജനറേഷനിൽ കിട്ടിയ ചെടിയെ സെൽഫ് ചെയ്യിക്കുന്നു. സെൽഫ് ചെയ്യിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അടുത്ത തലമുറയെ F2 ജനറേഷൻ എന്നും മെൻഡല് പേര് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു ക്രോസ് ചെയ്ത് നോക്കാം. നോക്കിയേ, ആ കേസിൽ ആദ്യം ആ പേജിൻ്റെ അവസാനം കൊടുത്തിട്ടുള്ള ക്രോസ് ഒന്ന് നോക്കിയാൽ അവിടെ പേരൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫീനോടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, ടോൾ ഇൻറ്റു ഡ്വാർഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കിയേ, ഒരു ടോൾ ചെടിയെയും ഒരു ഡ്വാർഫ് ചെടിയെയും തമ്മിലാണ് മെൻഡൽ ഇവിടെ ക്രോസ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കുക, മെൻഡൽ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി നോക്കി. അതായത് ആദ്യം മെൻഡൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു ടോൾ ചെടിയെയും ഡ്വാർഫ് ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ആദ്യത്തെ ജനറേഷനിൽ മെൻഡലിന് കിട്ടിയ എല്ലാ ചെടിയും ടോളായി. ഓർത്തിരിക്കുക, ഡ്വാർഫ് ചെടിയേ ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ടോൾ ചെടിയെ സെൽഫ് ചെയ്യിച്ചു. ഒരു ടോൾ ചെടിയെയും, ശ്രദ്ധിക്കണം, ഒരു ടോൾ ചെടിയെയും ഡ്വാർഫ് ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു, പ്രത്യുൽപാദനം നടത്തിപ്പിച്ചു. ഉണ്ടായ ചെടികൾ മൊത്തം എന്തായിപ്പോയി? ടോളായിപ്പോയി. അതാണല്ലോ F1 ജനറേഷൻ. അപ്പോൾ F1 ജനറേഷനിലുള്ള എല്ലാ ചെടികളും എന്തായിപ്പോയി എന്നർത്ഥം? ടോള് മാത്രമായിട്ട് വന്നു. ഓർത്തിരിക്കുക, ഈ ടോളായിട്ടുള്ള ചെടിയെ എന്ത് ചെയ്തു? മെൻഡല് സെൽഫ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ടോളായിട്ടുള്ള ചെടിയെ സെൽഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ 2 പേരൻറ്റും ആ ടോളായിട്ടുള്ള ചെടി തന്നെയല്ലേ? കാരണം ആ ടോളായിട്ടുള്ള ചെടിയുടെ ആൻഡ്രീഷ്യത്തിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് സെൽഫിങ് ചെയ്യുക, അല്ലേ? അപ്പോൾ സെൽഫിങ് ചെയ്യുമ്പോൾ 2 പേരൻസും എന്താണ്? ഒന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ ടോളായിട്ടുള്ള ചെടിയെ സെൽഫ് ചെയ്യിച്ചു. സെൽഫ് ചെയ്യിച്ച് F2 ജനറേഷൻ അടുത്ത തലമുറ ഉണ്ടാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ എന്ത് സംഭവിക്കുന്നു? ടോള് ചെടിയുണ്ടായി, ഡ്വാർഫ് ചെടിയുണ്ടായി. അത് ഒരു പ്രത്യേക അനുപാതത്തിലാണ് ഉണ്ടായത്. 3 ടോളിന് 1 ഡ്വാർഫ് എന്നുള്ള ക്രമത്തിൽ 3:1 റേഷ്യോയിലുണ്ടായി. ഓർക്കുക, ഒരു ടോൾ ചെടിയെയും ഒരു ഡ്വാർഫ് ചെടിയെയും കൂടെ പ്രത്യുൽപാദനം നടത്തിച്ച് ആദ്യത്തെ തലമുറ F1 തലമുറ ഉണ്ടാക്കിയപ്പോൾ എല്ലാ ചെടിയും ടോളായിപ്പോയി. ആ ടോളായിട്ടുള്ളൊരു ചെടിയെ എടുത്ത് സെൽഫ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 2 പേരൻസും എന്താണ്? ടോളാണ്. അവിടെ പ്രത്യുൽപാദനം നടത്തുന്ന 2 പേരൻസും ടോള് തന്നെയാണ്, അല്ലേ? സെൽഫിങ് എന്ന് പറഞ്ഞാൽ 2 പേരൻറ്റും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ടോളായിട്ടുള്ള ചെടി അതിനെ സെൽഫിങ് നടത്തിയപ്പോൾ എന്തുണ്ടായി വന്നു? ടോൾ ചെടിയും ഡ്വാർഫ് ചെടിയും 3:1 റേഷ്യോയിലുണ്ടായി. ആ ഡ്വാർഫ് എന്ന് പറയുന്ന സ്വഭാവം എവിടുന്ന് വന്നു? അതാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലേ? കാരണം ടോളെന്ന് പറയുന്നതായിരുന്നു ചെടി, അല്ലേ? ആണല്ലോ. ആ ടോളെന്ന് പറയുന്ന ചെടിയെ സെൽഫ് ചെയ്യിച്ചപ്പോൾ അതിൻ്റെ 2 പേരൻറ്റും എന്താണ്? സെൽഫിങ്ങിൽ ഒന്ന് തന്നെയാണ്, ടോള് തന്നെയാണ്, അല്ലേ? അപ്പോൾ സെൽഫ് ചെയ്യിച്ചപ്പോൾ ഉണ്ടായ അടുത്ത തലമുറയിൽ ടോൾ ചെടിയും ഉണ്ടായി, ഡ്വാർഫ് ചെടിയും ഉണ്ടായി. ഈ ഡ്വാർഫ്നെസ് എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെ നിന്ന് വന്നു? ഒരു ചോദ്യം.
രണ്ടാമത്തെ ചോദ്യം, ഒരു ടോൾ ചെടിയെയും ഒരു ഡ്വാർഫ് ചെടിയെയും തമ്മിൽ ആദ്യം ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷൻ ടോൾ മാത്രമാണ് ഉണ്ടായത്, ഡ്വാർഫ് എന്തുകൊണ്ടുണ്ടായില്ല? 2 ചോദ്യങ്ങളാണ് ഇവിടെ മെൻഡലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇതേപോലെ ഈ 7 സ്വഭാവങ്ങൾ കൺസിഡർ ചെയ്ത് മെൻഡൽ ക്രോസ് ചെയ്തപ്പോൾ ഇതേ രീതിയിൽ തന്നെ മെൻഡലിന് റിസൾട്ട് കിട്ടി. ഇതേ രീതിയിൽ തന്നെ 3:1 പ്രൊപ്പോർഷനിൽ കിട്ടി എന്നർത്ഥം. ഉദാഹരണത്തിന് ഫ്ലവർ കളറ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പർപ്പിൾ കളറുള്ള ഒരു ചെടിയെയും വൈറ്റ് കളറുള്ള ഒരു ചെടിയെയും ഫ്ലവർ കളറുള്ള ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ആദ്യത്തെ തലമുറ കിട്ടിയ എല്ലാ ചെടിയും പർപ്പിൾ ഫ്ലവർ ഉള്ളതായിരുന്നു. എന്നിട്ട് ആ പർപ്പിൾ ഫ്ലവറുള്ള ചെടിയെ സെൽഫി ചെയ്യിച്ചപ്പോൾ കിട്ടിയ F2 ജനറേഷൻ അടുത്ത തലമുറയിൽ പർപ്പിൾ ഫ്ലവർ ഉള്ളതുമുണ്ടായി, വൈറ്റ് ഫ്ലവർ ഉള്ളതുമുണ്ടായി. അതും കൃത്യമായിട്ട് ഏതാണ്? 3:1 പ്രൊപ്പോർഷനിൽ. ആലോചിച്ച് നോക്കൂ ആ റിസൾട്ട് എങ്ങനെ വന്നു. അപ്പം 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ടോളും ഡ്വാർഫുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ടോളും ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ടോൾ പ്ലാന്റ് മാത്രമേ ഉണ്ടായുള്ളൂ, ഡ്വാർഫ് എന്തുകൊണ്ടുണ്ടായില്ല? ഒന്നാമത്തെ ചോദ്യം. ഇനിയും ആ ടോൾ പ്ലാന്റിനെ സെൽഫ് ചെയ്യിച്ചപ്പോൾ ടോൾ പ്ലാന്റും ഉണ്ടായി, ഡ്വാർഫ് പ്ലാന്റും ഉണ്ടായി. ആ ടോൾ പ്ലാന്റിൽ നിന്ന് ഈ ഡ്വാർഫ് പ്ലാന്റ് എങ്ങനെ ഉണ്ടായി? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ റിസൾട്ടുകൾ മാത്രമാണ് മെൻഡലിൻ്റെ കയ്യിലുള്ളത്. ഏതൊക്കെയാണ് റിസൾട്ട്? ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യിച്ചപ്പോൾ ആദ്യത്തെ തലമുറകളെല്ലാം ടോൾ പ്ലാന്റ് ആയി പോയി. ഈ ടോൾ പ്ലാന്റിനെ എടുത്ത് സെൽഫ് ചെയ്യിച്ചപ്പോൾ അടുത്ത തലമുറ ടോളും ഡ്വാർഫും ഉണ്ടായി. ഈ റിസൾട്ട് മാത്രമാണ് മെൻഡലിൻ്റെ ഉണ്ടായിരുന്നത്. ഈ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി അനലൈസ് ചെയ്ത് മെൻഡല് ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. മെൻഡൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന മിനിമം 2 ഫാക്ടറുകളുണ്ട് എന്നാണ് മെൻഡൽ പറഞ്ഞത്. ഫാക്ടർ എന്ന് മെൻഡൽ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അതിനെ ജീൻ എന്നാണ് വിളിക്കുക. ഇപ്പം നമ്മൾ എന്ത് പറയും? ജീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫാക്ടറിന് അന്ന് മെൻഡൽ കണ്ടുപിടിച്ച സമയത്ത് ഈ ജീൻ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം നമുക്കറിയാം ജീൻ എന്ന് പറഞ്ഞാൽ DNA ആണ്. ജീൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, DNA ആണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഇപ്പം നമുക്കറിയാം ഈ സ്വഭാവങ്ങളൊക്കെ വരുന്നതിന് കാരണം ഈ ജീനുകളാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? പക്ഷേ മെൻഡലിന് ആ വിധ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഒരു അസംഷൻ നടത്തി. ഫാക്ടർ അതെന്താണെന്ന് മെൻഡലിന് അറിയില്ല. അപ്പോൾ മിനിമം ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ഫാക്ടറുകളെങ്കിലും ഉണ്ട് എന്ന് മെൻഡൽ അസ്യൂം ചെയ്തു. നോക്കുക, ഈ റിസൾട്ട് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, ആദ്യത്തെ തലമുറ എല്ലാം ടോളായി പോയി, രണ്ടാമത്തെ തലമുറ ടോളും ഡ്വാർഫും വന്നു. ആ റിസൾട്ട് അനലൈസ് ചെയ്തിട്ടാണ് മെൻഡൽ ഈ ഒരു കൺക്ലൂഷനുകളിലേക്കെല്ലാം എത്തിയത്. അപ്പോൾ ആ സയൻറ്റിഫിക് തിങ്കിങ് ഏത് രീതിയിലാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരം സയൻറ്റിസ്റ്റുകളാണെങ്കിൽ മാത്രമേ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലേ ഇത്തരം ചിന്തകൾ വരത്തുള്ളൂ അല്ലേ? നമുക്കറിയാം പണ്ട് സർ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ അദ്ദേഹം ആപ്പിള് വീണപ്പോൾ ആ ആപ്പിള് എന്തുകൊണ്ടാണ് തലയിലേക്ക് വീണത് എന്ന് ആലോചിച്ച് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി. എന്തുകൊണ്ടത് മുകളിലോട്ട് പോകുന്നില്ല, എന്തുകൊണ്ടത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച് ആ ചോദ്യങ്ങളെ അനലൈസ് ചെയ്ത് പോയാണ് അവസാനം ഗുരുത്വാകർഷണം എന്ന് പറയുന്നൊരു കാര്യമുണ്ടെന്നും ഗുരുത്വാകർഷണ ബലത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങളും ഒക്കെ അദ്ദേഹത്തിലേക്ക് എത്തിയതല്ലേ? അതിലേക്കൊക്കെ അദ്ദേഹം എത്തിയത്. അതേസമയം നമ്മളായിരുന്നെങ്കിലോ ആപ്പിള് തലേ വീണ് കഴിഞ്ഞാൽ അതെടുത്ത് തിന്നേച്ച് പോരും അല്ലേ? അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ മെൻഡൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ റിസൾട്ടുകളിൽ നിന്ന് എത്തിയ ഒരു കൺക്ലൂഷൻ എന്താണെന്നാണ് പറഞ്ഞേ? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യും. ഇനി മെൻഡൽ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ഫാക്ടറുകൾക്കൊക്കെ മെൻഡൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ക്രോസിൽ റെപ്രസെൻ്റ് ചെയ്തു. ഫാക്ടേഴ്സ് എന്താണെന്നൊന്നും മെൻഡലിന് അറിയത്തില്ല, നമുക്കിപ്പോൾ ജീനാണെന്നറിയാം. അപ്പോൾ ആ ഫാക്ടേഴ്സിന് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേ? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് കൊടുത്തിട്ട് ഈ ക്രോസ് എങ്ങനെ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നോക്കിയേ, ഇവിടെ വീണ്ടും ആ എക്സാമ്പിളിലേക്ക് പേരൻസ് എന്നുള്ളതിലേക്ക് വരുന്നു. ടോളെന്നും ഡ്വാർഫെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഫീനോടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ക്യാപിറ്റൽ ടി എന്ന് എഴുതിയിട്ടില്ലേ? 2 ക്യാപിറ്റൽ ടി ടോളിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു.
ഡ്വാർഫിന്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? 2 സ്മോൾ ടീകളാണ് എഴുതിയിരിക്കുന്നത്, സ്മോൾ ലെറ്റർ ടീകളാണ് അല്ലേ. അതിന്റെ ഇടതുവശത്ത് ജീനോടൈപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ മെന്റൽ അസ്യൂം ചെയ്തത് എന്താണെന്നറിയാമോ? ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടറിന്റെ പേര് മെന്റൽ എങ്ങനെ കൊടുത്തു? ക്യാപിറ്റൽ ടി എന്നൊരു പേരും കൊടുത്തു. അപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം അതെന്താണ് യഥാർത്ഥത്തിൽ? ജീനാണ്. ഓക്കെ, എന്ന് വിചാരിച്ച ആ ജീവിയുടെ അല്ലെങ്കിൽ ആ ചെടിയുടെ ശരീരത്തിൽ ഒരു ക്യാപിറ്റൽ ടി ഇരിപ്പുണ്ടെന്നാണോ അർത്ഥം? അല്ല, അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ആ ഫാക്ടർ എന്താണെന്നൊന്നും മെന്റൽ അറിയില്ല. ദെൻ ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടറാണ് സ്മോൾ ടി എന്നും അദ്ദേഹം കൺസിഡർ ചെയ്തു. നേരത്തെ തന്നെ പറഞ്ഞു, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്? 2 ഫാക്ടേഴ്സ്. ഇവിടെ മെന്റൽ കൺസിഡർ ചെയ്തു ഇവിടുത്തെ ടോൾ പ്ലാന്റിലെ 2 ഫാക്ടേഴ്സ് ഏതാ? 2 ക്യാപിറ്റൽ ടികൾ. അപ്പൊ ക്യാപിറ്റൽ ടി ആണ് ആ ടോൾ പ്ലാന്റ്. ഡ്വാർഫ് പ്ലാന്റ് 2 സ്മോൾ ടീകൾ ആ ഡ്വാർഫ് പ്ലാന്റിൽ ഉണ്ട് എന്നും കൺസിഡർ ചെയ്തു. സോ ക്യാപിറ്റൽ ടി 2 ക്യാപിറ്റൽ ടി ഫാക്ടറുകളാണ് ടോൾനെസ് ഉണ്ടാകാൻ കാരണം, 2 സ്മോൾ ടി ഫാക്ടറുകളാണ് ഡ്വാർഫ്നെസ് ഉണ്ടാകാൻ കാരണം എന്ന് മെന്റൽ കൺസിഡർ ചെയ്തു. അപ്പൊ എന്താണ് ഫീനോടൈപ്പ്, എന്താണ് ജീനോടൈപ്പ്? ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. എന്താണ് ജീനോടൈപ്പ്? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. മൊത്തത്തിൽ ഒരു ജീവിയുടെ ജനിതക ഘടനയെ മൊത്തത്തിൽ ജീനോടൈപ്പ് എന്ന് പറയാം. ഇനി ഒരു സ്വഭാവത്തിന്റെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം ഉണ്ടാകുന്നതിന് ഏതൊക്കെ ജീനുകളാണോ, ഇപ്പൊ മെന്റൽ പറഞ്ഞ ഫാക്ടറുകളാണോ കാരണം, അതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ആ ജീനോടൈപ്പിലുള്ള ജീനുകൾ അല്ലെങ്കിൽ ഫാക്ടറുകൾ പ്രകടമാകുന്നത് വഴി ഏത് സ്വഭാവമാണോ ആ ജീവിയിൽ ഉണ്ടാകുന്നത് ആ സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. ഇപ്പൊ എന്താണ് ജീനോടൈപ്പ്? ഒരു സ്വഭാവം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്ന് പറയുന്നു എങ്കിൽ ആ ജനിതക ഘടന ഉണ്ടാക്കുന്ന സ്വഭാവം അതിനെ എന്ത് പറയും? ഫീനോടൈപ്പ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ടി ആണ് ജനിതക ഘടന, അതുകൊണ്ട് അത് ജീനോടൈപ്പ്. ക്യാപിറ്റൽ ടിയും ഒരു ചെടിയിലുണ്ടെങ്കിൽ ആ ചെടി എന്തായി? ടോളായി. അതാണ് അവിടുത്തെ സ്വഭാവം, അതാണ് ഫീനോടൈപ്പ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഒരു ടോളിനെയും ഡ്വാർഫിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി ടോള്, സ്മോൾ ടി ഡ്വാർഫ്. ഇനി മെന്റൽ അടുത്ത അസംഷൻ ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ ടോൾ പ്ലാന്റിൽ നിന്ന് ഒരു ഗ്യാമീറ്റ് ഉണ്ടാകണമല്ലോ. ഫോർ എക്സാമ്പിൾ മെയിൽ ഗ്യാമീറ്റ്. ഡ്വാർഫ് പ്ലാന്റിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുമല്ലോ. ടോൾ പ്ലാന്റിനെ മെയിലായിട്ടും ഡ്വാർഫ് പ്ലാന്റിനെ ഫീമെയിലായിട്ടുമാണ് മെന്റൽ എടുത്തതെന്ന് കൺസിഡർ ചെയ്യുക. ബൈസെക്ഷൽ പ്ലാന്റ് ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ടോളിനെ എന്ത് ചെയ്തു? മെയിലായിട്ട് എടുത്തു, ഡ്വാർഫിനെ ഫീമെയിലായിട്ട് എടുത്തു എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ടോളിൽ നിന്ന് ഏത് ഗ്യാമീറ്റ് ഉണ്ടാകും? മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകും. ഡ്വാർഫിന് ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ട് ഓൾറെഡി അല്ലേ. ഇവിടെ മെന്റൽ ഒരു കാര്യം കൺസിഡർ ചെയ്തു നോക്കുക, ആ ഗ്യാമീറ്റിലേക്ക് ഈ ഫാക്ടർ വരുന്നു എന്നാണ് മെന്റൽ കൺസിഡർ ചെയ്യുന്നത്. അതും ഈ ഫാക്ടർ വരുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നോക്കി, ഇവിടെ 2 ഗ്യാമീറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ടോൾ പ്ലാന്റിൽ നിന്നുണ്ടായ ഗ്യാമീറ്റ് ഏതാ? ക്യാപിറ്റൽ ടി ഗ്യാമീറ്റ് ആണ്. ഡ്വാർഫ് പ്ലാന്റിൽ നിന്നുണ്ടായ ഗ്യാമീറ്റ് ഏതാ? സ്മോൾ ടി ഗ്യാമീറ്റ് ആണ്. അപ്പോൾ അവിടെ ഗ്യാമീറ്റ് ഉണ്ടായി അതിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ പ്രത്യുൽപാദനത്തിൽ ഏർപ്പെടുപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കുക, ഇവിടെ മെന്റൽ അസ്യൂം ചെയ്ത അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരേപോലുള്ള 2 ഫാക്ടറുകളാണ് ഒരു ജീവിയിലുള്ളത് എങ്കിൽ ഗ്യാമീറ്റിൽ ആ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറേ കാണത്തുള്ളൂ. ഇപ്പം ക്യാപിറ്റൽ ടി ആണ് ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ടോളെന്ന് പറയുന്ന ചെടിയിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാമീറ്റിനകത്ത് 2 ക്യാപിറ്റൽ ടി കാണുമോ? കാണത്തില്ല എന്നാണ് മെന്റൽ അസ്യൂം ചെയ്തത്. ഒരു ക്യാപിറ്റൽ ടിയും ഉണ്ടാകും. ഒരുപോലെ ഉള്ളതാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമതോ സ്മോൾ ടി വരുന്നു. അതും എന്താണ്? ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നതാണ് സ്മോൾ ടി അല്ലേ. സ്മോൾ ടി എന്ന് പറയുന്ന ഫാക്ടർ എന്തിനെ നിയന്ത്രിക്കുന്നു? ഡ്വാർഫ്നെസ്സിനെ. പക്ഷേ
അവിടെ രണ്ട് സ്മോൾ ടികളാണ് വന്നത്. രണ്ടും ഒരുപോലത്തെ ആയതുകൊണ്ട് ആ സ്മോൾ ടി എന്ന് പറയുന്ന ജിനോടൈപ്പോടുകൂടിയ പേരൻറ്റിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ ഒരു സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും. അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരേപോലെയുള്ള രണ്ട് ഫാക്ടേഴ്സാണ് ഒരു ജീവിയിലുള്ളതെങ്കിൽ ഗ്യാമീറ്റിൽ എന്തേ കാണത്തുള്ളൂ? ഒരു ഫാക്ടറെ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് ഗ്യാമീറ്റ്സ് ഉണ്ടായി. ടോളിനിൽ നിന്ന് ക്യാപിറ്റൽ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഡ്വാർഫിൽ നിന്ന് സ്മോൾ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഉണ്ടായി. എഗെയിൻ പറയുന്നു, ക്യാപിറ്റൽ ടി ആണ് ടോൾനെസ്സിന് കാരണം, സ്മോൾ ടി ആണ് ഡ്വാർഫ്നെസ്സിന്. ഈ രണ്ട് ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ഉണ്ടാകുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ശ്രദ്ധിച്ചേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അത് F1 ജനറേഷൻ എന്ന് മെൻ്റൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ ചെടി എന്താണ്? ടോളാണ്. നോക്കുക, അവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട് ആ ടോളിൽ, ടോൾ പ്ലാന്റ്. ക്യാപിറ്റൽ ടി എന്തിനെ നിയന്ത്രിക്കുന്നു? ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നു. സ്മോൾ ടി എന്തിനെ നിയന്ത്രിക്കുന്നു? ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നു. ശ്രദ്ധിക്കുക, അവിടെ സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടർ അവിടെ ഉണ്ട്. പക്ഷേ ആ ചെടി എന്തായില്ല? ഡ്വാർഫ്. ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടറാണ്, അതുമാത്രം അവിടെ പ്രകടമായി. എന്തുകൊണ്ട് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും പ്രകടമായില്ല? ഇത് രണ്ട് പ്രകടമായിരുന്നെങ്കിൽ നീളം കൂടുകയും നീളം കുറയുകയും ചെയ്തിട്ട് ഒരു ഇടനിലത്തിലുള്ള ഒരു ഇടതരം ആയി മാറുമായിരുന്നു. പക്ഷെ അങ്ങനെ ആയില്ല, അത് ടോളായതേ ഉള്ളൂ. ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മെൻ്റൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. എന്താണെന്നറിയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു ചെടിയിൽ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേ, എപ്പോഴും സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഒരു സ്വഭാവം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സ്വഭാവം ഏതാണ്? സ്റ്റെം ഹൈറ്റ്. ഇവിടെ F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ആ ടോൾ പ്ലാന്റ് ഒന്ന് കൺസിഡർ ചെയ്തേ. ആ സ്റ്റെം ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടറുകളുണ്ട്. ഏതൊക്കെയാണ് അത്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി ആണെങ്കിൽ ടോൾനെസ്സിനെ നിയന്ത്രിക്കും, സ്മോൾ ടി ആണെങ്കിൽ ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കും. ഓർത്തിരിക്കണം, ടോൾനെസ് ആയാലും ഡ്വാർഫ്നെസ് ആയാലും ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്വഭാവ രൂപങ്ങളാണ് ഏതൊക്കെ? ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും. അപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടറാണ് ക്യാപിറ്റൽ ടി, ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടറാണ് സ്മോൾ ടി. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടറുകളാണ് ഒരു ചെടിയിലുള്ളത് എങ്കിൽ അതിലൊരു ഫാക്ടർ മാത്രം പ്രകടമാകുന്നു. ഏത് ഫാക്ടറാണോ പ്രകടമാകുന്നത് ആ ഫാക്ടർ നിയന്ത്രിക്കുന്ന സ്വഭാവമായിരിക്കും ആ ചെടി കാണിക്കുക, അല്ല ആ ജീവി കാണിക്കുക. രണ്ടാമത്തെ ഫാക്ടർ പ്രകടമാകാതെ മറഞ്ഞിരിക്കും. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഒരു ചെടിയിൽ അല്ലെങ്കിൽ ഒരു ജീവിയിൽ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടറുകളുണ്ട് എങ്കിൽ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഫാക്ടർ മാത്രം പ്രകടമാകുന്നു. ആ പ്രകടമാകുന്ന ഫാക്ടർ ഏത് സ്വഭാവത്തെയാണോ നിയന്ത്രിക്കുന്നത് ആ സ്വഭാവം ആ ജീവി അല്ലെങ്കിൽ ചെടി കാണിക്കുന്നു. രണ്ടാമത്തെ ഫാക്ടർ മറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് ഏത് സ്വഭാവത്തെയാണോ നിയന്ത്രിക്കുന്നത് ആ സ്വഭാവം ആ ജീവി അല്ലെങ്കിൽ ചെടി കാണിക്കില്ല. അപ്പോൾ ഇവിടെ F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ടോൾ പ്ലാന്റിനെ ഒന്ന് നോക്കി. ആ ടോൾ പ്ലാന്റിൽ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ടെന്നാണ് മെൻ്റൽ അസ്യൂം ചെയ്തേക്കുന്നത്, അല്ലേ? അതായത് ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നത്, സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടറുകൾ അവിടെ വന്നു. ക്യാപിറ്റൽ ടിയും വന്നു, സ്മോൾ ടിയും വന്നു.
അങ്ങനെ വരുമ്പോൾ മെൻഡൽ എന്തോ അസ്യൂം ചെയ്തേ, അതിലൊന്ന് മാത്രം പ്രകടമായി. അപ്പോൾ ഇവിടെ ഏതായിരിക്കും പ്രകടമായേക്കുന്നത്? ക്യാപിറ്റൽ ടി പ്രകടമായി. ക്യാപിറ്റൽ ടി എന്തിനെ നിയന്ത്രിക്കുന്നു? ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ചെടി എന്തായി? ടോളായി. ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്ന സ്മോൾ ടി അവിടെ പ്രകടമായില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം അവിടെ ഉണ്ടായില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനിയും ഏത് സ്വഭാവമാണോ പ്രകടമായത് ആ സ്വഭാവത്തെ ഡോമിനൻ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഡോമിനൻ്റ് ട്രെയ്റ്റ് എന്നും, ഏത് സ്വഭാവമാണോ പ്രകടമാകാതിരുന്നത് അതിനെ റിസസീവ് ക്യാരക്ടർ അല്ലെങ്കിൽ റിസസീവ് ട്രെയ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഏതാണ് ഡോമിനൻ്റ് ക്യാരക്ടർ? ടോളാണ് അല്ലേ? പ്രകടമായത് ടോളായത്. ഏതാണ് റിസസീവ് ക്യാരക്ടർ? ഡ്വാർഫാണ്. എന്തുകൊണ്ട്? അത് പ്രകടമായില്ല. ഇനി ഇതേപോലെ തന്നെ ഏതു ഫാക്ടറാണോ പ്രകടമായത് അതിനെ ഡോമിനൻ്റ് ഫാക്ടർ എന്ന് പറയും. ഇവിടെ ഏത് ഫാക്ടറാണ് പ്രകടമായത്? ക്യാപിറ്റൽ ടി ആണ് പ്രകടമായത് അല്ലേ? അതുകൊണ്ട് ക്യാപിറ്റൽ ടി എന്താണെന്ന് പറയും? ഡോമിനൻ്റ് ഫാക്ടറാണ്. ഏതാണോ പ്രകടമാകാതിരുന്നത് അതിനെ എന്ത് പറയും? റിസസീവ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ ഏതാണ് റിസസീവ് ഫാക്ടർ? സ്മോൾ ടി ആണ്. സോ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ഫാക്ടർ, ടോൾനെസ് ഡോമിനൻ്റ് ക്യാരക്ടർ അല്ലേ? സ്മോൾ ടി എന്താണ്? റിസസീവ് ഫാക്ടർ. ഡ്വാർഫ് എന്താണ്? റിസസീവ് ക്യാരക്ടർ. എന്നൂടെ പറയുന്നു, ക്യാപിറ്റൽ ടി ഈസ് ദി ഡോമിനൻ്റ് ഫാക്ടർ ആൻഡ് ടോൾനെസ് ഈസ് ദി ഡോമിനൻ്റ് ക്യാരക്ടർ. സ്മോൾ ടി ഈസ് ദി റിസസീവ് ഫാക്ടർ and dwarfness is the recessive character. Clear? Okay. അപ്പോൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടേഴ്സ് വന്നാൽ അതിൽ ഒരു ഫാക്ടർ മാത്രം പ്രകടമാകും. ഏത് ഫാക്ടറാണോ പ്രകടമാകുന്നത് ആ ഫാക്ടർ നിയന്ത്രിക്കുന്ന സ്വഭാവം മാത്രമേ ആ ചെടിയിൽ കാണിക്കൂ. ഉദാഹരണത്തിന് പ്ലാന്റ് ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഇവിടുത്തെ ഈ ചെടിയിൽ ഒന്നിച്ചു വന്നപ്പോൾ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്, അതങ്ങ് പ്രകടമായി. സ്മോൾ ടി റിസസീവ് ആയതുകൊണ്ട് അത് പ്രകടമായില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മെൻഡൽ കണ്ടുപിടിച്ചത്. അടുത്ത തലമുറ എന്താണ് ചെയ്തത്? സെൽഫ് ചെയ്തു. അവിടെ എടുത്തിട്ടുണ്ട് F2 ജനറേഷൻ കിട്ടാൻ വേണ്ടി സെൽഫ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു സെൽഫിങ് വരുമ്പോഴത്തേക്ക് രണ്ട് പേരൻറ്റും ഒന്ന് തന്നെ അല്ലേ? ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ F1 ജനറേഷൻ കിട്ടി, അതിനെ സെൽഫ് ചെയ്യിച്ചു. അപ്പോൾ രണ്ട് പേരൻറ്റും ഒന്ന് തന്നെയാണ്. മെയിൽ പേരൻറ്റും ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ളത് തന്നെയായിരിക്കും, ഫീമെയിൽ പേരൻറ്റും ഒന്ന് തന്നെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ളത് തന്നെയാണ്. കാരണം എന്താ? ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ ആ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ടോൾ പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്ത് അതേ ടോൾ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലാണ് ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ പ്രത്യുൽപാദനം നടത്തിപ്പിച്ചത് അല്ലേ? അപ്പോൾ രണ്ട് ചെടിയും ഒന്ന് തന്നെയാണ്. മെയിലായിട്ടുള്ള ചെടിയും ഒന്ന് തന്നെ, ഫീമെയിലായിട്ടുള്ള ചെടിയും ഒന്ന് തന്നെ. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ജനിതഘടനയും ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ മെയിൽ പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ ഫീമെയിൽ പ്ലാന്റ് ഒന്ന് തന്നെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയാണ്. ഇനി അവിടെ ഗ്യാമീറ്റ്സ് ഉണ്ടായത് നോക്കി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, മെൻഡൽ അസ്യൂം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരേപോലെയുള്ള രണ്ട് ഫാക്ടറുകളാണുള്ളത് എങ്കിൽ അതിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ഫാക്ടറേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഒരു ഫാക്ടറുള്ള ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു. ക്യാപിറ്റൽ ടി ആണ് പേരൻ്റ് എങ്കിൽ ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സ്മോൾ ടി ആണ് പേരൻറ്റിൻ്റെ ഉള്ളത് എങ്കിൽ ഡ്വാർഫായിട്ടുള്ള പേരൻ്റുള്ളതെങ്കിൽ ആ ഡ്വാർഫായിട്ടുള്ള പേരൻ്റിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ ഒരു സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടുത്തെ പേരൻ്റ് എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതായത് പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിച്ച രണ്ട് വ്യത്യസ്ത ഫാക്ടറുകൾ ഒന്നിച്ച് അവിടെ കയറി വന്നേക്കുക അല്ലേ? അങ്ങനെ വരുമ്പോൾ ആ പേരൻറ്റിന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ രണ്ട് തരം ഗ്യാമീറ്റുകൾ ഉണ്ടാകാം.
ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റും ഉണ്ടാകാം, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റും ഉണ്ടാകാം എന്നാണ് മെൻഡൽ അസ്യൂം ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫാക്ടറുകളാണ് ഒരു ചെടിയിൽ ഉണ്ടാകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവിയിലുള്ളതെങ്കിൽ അവിടെ രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഒരു പേരന്റില്, ടോളായിട്ടുള്ള പേരന്റിലെ രണ്ട് ഫാക്ടറുകൾ എങ്കിൽ ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ആ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒന്നിച്ച് നിൽക്കുന്നു. ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നതാണ്. പക്ഷേ ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആയതുകൊണ്ട് അതവിടെ പ്രകടമായി, സ്മോൾ ടി റിസസീവ് ആയതുകൊണ്ട് അവിടെ പ്രകടമായില്ല. അപ്പൊ പ്രകടമാകുന്നത് ഡോമിനന്റ്, പ്രകടമാകാത്ത റിസസീവ് അല്ലേ. അപ്പൊ അവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഈ പേരന്റിന്റെ കേസിൽ രണ്ട് വ്യത്യസ്ത ഫാക്ടേഴ്സ് വന്നതുകൊണ്ട് രണ്ട് വ്യത്യസ്ത ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്നു. ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും. അതാണ് അവിടെ ഈ ഗ്യാമീറ്റുകളാണ് വട്ടത്തിനകത്തിട്ടേക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും. രണ്ടാമത്തെ പേരൻസിലും എന്തുണ്ടാകും? ഇതേപോലെ തന്നെ ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാകും. ആദ്യത്തെ കേസ് മെയിൽ ഗ്യാമീറ്റുകളാണെന്ന് കൺസിഡർ ചെയ്തുകൊള്ളുക, രണ്ടാമത്തേതോ ഫീമെയിൽ ഗ്യാമീറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യും. ഇനിയും ഇവിടെ എന്തൊക്കെ ചാൻസുകളാണുള്ളതെന്നാണ് ഈ മെന്റൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചാൻസുകളെ പറ്റി മെന്റൽ ഇവിടെ പറയുന്നു. നോക്കുക, ആദ്യത്തെ പേരന്റിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും അല്ലേ ഗ്യാമീറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ പേരന്റിലും എന്താണ് ഉണ്ടാകാൻ സാധ്യത? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആണ്. നോക്കുക, അപ്പൊ ഇവിടെ ചാൻസ് ആണ് ഇനി മെന്റൽ പറയുക. ആദ്യത്തെ പേരന്റിന്റെ ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് ഇല്ലേ, അത് രണ്ടാമത്തെ പേരന്റിലുള്ള ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റുമായിട്ട് ചേർന്ന് സന്താനം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ. അതുപോലെ തന്നെ ആദ്യത്തെ പേരന്റിലുള്ള ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് രണ്ടാമത്തെ പേരന്റിന്റെ സ്മോൾ ടി ഗ്യാമീറ്റുമായിട്ടും ചേരാൻ സാധ്യതയില്ലേ. ഈ രണ്ട് സാധ്യതയുണ്ട്. ഇവിടെ രണ്ട് പേരന്റ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സെൽഫിങ് ആണ് ചെയ്യുന്നത്. ഈ രണ്ട് പേരന്റ് ഒന്ന് തന്നെയാണ് എന്ന് മറന്നു പോകരുത്. മെയിൽ പേരന്റ്, ഫീമെയിൽ പേരന്റ് ഇവിടെ ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ പഠിക്കാനുള്ള സൗകര്യത്തിന് രണ്ട് പേരന്റ് എന്ന് ഞാൻ പറയുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കി, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റ് അടുത്ത പേരന്റിന്റെ ക്യാപിറ്റൽ ടി ഗ്യാമീറ്റുമായിട്ടും ചേരാം, അടുത്ത പേരന്റിന്റെ സ്മോൾ ടി ഗ്യാമീറ്റുമായിട്ടും ചേരാം അല്ലേ. അപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റുമായിട്ട് തന്നെയാണ് ചേരുന്നതെങ്കിൽ ഉണ്ടാകുന്ന സന്താനം എങ്ങനെയാവും? ക്യാപിറ്റൽ ടി ആകും അല്ലേ. ഇതേപോലെ തന്നെ ഉണ്ട് ചാൻസ് എന്താ? ആ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആദ്യത്തെ പേരന്റിന്റെ ഗ്യാമീറ്റ് രണ്ടാമത്തെ പേരന്റിന്റെ സ്മോൾ ടി ഗ്യാമീറ്റുമായിട്ടും ചേരാൻ സാധ്യതയില്ലേ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സന്താനം ഏതായി പോവും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി പോവും. ഇനിയും നോക്കുക, സ്മോൾ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റ് ഇല്ലേ ആദ്യത്തെ പേരന്റിന്റെ, അത് രണ്ടാമത്തെ പേരന്റിന്റെ ക്യാപിറ്റൽ ടി ഗ്യാമീറ്റുമായിട്ട് ചേരാൻ സാധ്യതയില്ലേ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാവുന്ന സന്താനം അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ് ഏതായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും അല്ലേ. നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആദ്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഇനിയും ആദ്യത്തെ പേരന്റിന്റെ സ്മോൾ ടി ഗ്യാമീറ്റ് രണ്ടാമത്തെ പേരന്റിന്റെ സ്മോൾ ടി ഗ്യാമീറ്റുമായിട്ടും ചേരാൻ സാധ്യതയില്ലേ? ഉണ്ട്. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന സന്താനം എന്താകും? സ്മോൾ ടി ആകും. ഇതാണ് മെന്റൽ കൺസിഡർ ചെയ്ത കാര്യം. ഇനി ഇത് എളുപ്പത്തിൽ ഈ ക്രോസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു സ്ക്വയറിൻ്റെ രൂപത്തിൽ, ഒരു ചതുരത്തിൻ്റെ രൂപത്തിൽ ഇത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ചതുരത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ക്രോസ് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ചതുരത്തിനൊരു പേര് പറയും, പുന്നെറ്റ് സ്ക്വയർ എന്നാണ് പറയുക. ആ ചതുരത്തിൽ വട്ടം വരച്ചിട്ടേക്കുന്ന ക്യാപിറ്റൽ ടി സ്മോൾ ടി മുകളിലത്തെ രണ്ട് ചതുരം, താഴോട്ട് ഇടതുവശത്ത് ഒരു ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുകളിൽ വലതുവശത്ത് കാണിച്ചേക്കുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും മെയിൽ പേരൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടുള്ള ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഫീമെയിൽ പേരൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് മെയിൽ ഗ്യാമീറ്റ്സ് ആണ് വലതുവശത്ത് മുകളിൽ വലത്തോട്ട് എഴുതിയേക്കുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എങ്കിൽ താഴോട്ട് കാണിച്ച് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഫീമെയിൽ ഗ്യാമീറ്റ്സ്. ഇനി ഈ ക്രോസ് എങ്ങനെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകും. മുകളിൽ നിന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, മുകളിലത്തെ ആദ്യത്തെ ക്യാപിറ്റൽ ടി, താഴോട്ടുള്ള
ആദ്യത്തെ ക്യാപിറ്റൽ ടിയുമായിട്ട് ചേരാൻ സാധ്യതയുണ്ട്. ഉണ്ടാകുന്ന സന്താനം അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. 2 ക്യാപിറ്റൽ ടി വന്നാൽ ടോളാകും. ഇനി അതേപോലെ തന്നെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ആദ്യത്തെ വരിയിലുള്ള ക്യാപിറ്റൽ ടി താഴോട്ടുള്ള വരിയിലുള്ള സ്മോൾ ടി ആയിട്ടും ചേരാനുള്ള ചാൻസ് ഇല്ലേ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്താനം അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഏതാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഉണ്ടാകാനുള്ള സാധ്യത. ഇനി അടുത്തത് സ്മോൾ ടി ഒന്ന് കൺസിഡർ ചെയ്തേ. അതായത് വലത്തോട്ടുള്ള വരിയിൽ മുകളിലുള്ള സ്മോൾ ടി, ആ സ്മോൾ ടി എന്തുമായിട്ട് ചേരാൻ സാധ്യതയുണ്ട്? ക്യാപിറ്റൽ ടിയുമായിട്ട് ചേരാൻ സാധ്യതയുണ്ട് താഴോട്ടുള്ള വരിയിൽ. അപ്പോൾ എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടാകും. ഇനി അതേപോലെ തന്നെ ആ മുകളിൽ നിന്ന് വലതുവശത്ത് ഉള്ള സ്മോൾ ടി താഴോട്ടുള്ള സ്മോൾ ടിയുമായിട്ട് ചേർന്നാൽ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? സ്മോൾ ടി ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതാ എഴുതുന്ന രീതി ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ക്യാപിറ്റൽ ടിയും ചേർന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത് നോക്കി. ആ ക്യാപിറ്റൽ ടി നമ്മൾ എടുത്തതിൻ്റെ തൊട്ട് താഴെ അല്ലേ ഉള്ള കോളത്തിലാണ് ക്യാപിറ്റൽ ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ വലതുവശത്ത് മുകളിൽ നിന്ന് വലത്തോട്ട് പോകുന്നത് ഗ്യാമീറ്റുകളാണ് അല്ലേ? അതുപോലെ തന്നെ താഴോട്ട് വരുന്നതും വട്ടത്തിൽ വരച്ചിരിക്കുന്നത് ഗ്യാമീറ്റുകളാണ്. അതിനോട് ചേർന്ന് വരുന്ന വലതുവശത്തെ കോളത്തിലാണ് കൃത്യമായിട്ടും എന്താണ് അവിടെ ഉണ്ടാകുന്ന സന്താനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ ടിയും കൂടെ ചേരുന്നു, ക്യാപിറ്റൽ ടി ടോൾ. അടുത്ത വരിയിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ ചേരുന്നു, അപ്പോൾ എന്തായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അടുത്ത വരിയിലും എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ ചേരുന്നു, അപ്പോഴും ക്യാപിറ്റൽ ടി സ്മോൾ ടി. അടുത്ത വരിയിലോ സ്മോൾ ടിയും കൂടെ ചേരുന്നു, സ്മോൾ ടി. അപ്പോൾ വലതുവശത്തെ ആദ്യത്തെ, ഞാൻ വലതുവശം എന്ന് പറയുന്നത് മുകളിൽ വലത്തോട്ട് എഴുതിയേക്കുന്ന ആദ്യത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടിയും താഴോട്ട് കാണിച്ചേക്കുന്ന ആദ്യത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടിയും കൂടെ ചേർന്ന് വരുന്ന ഓസ്പ്രിങ് ആ മുകളിലത്തെ ക്യാപിറ്റൽ ടിയുടെ തൊട്ട് താഴെയുള്ള കോളത്തിൽ കാണിച്ചിരിക്കുന്നു, ക്യാപിറ്റൽ ടി. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാ? വലത്തോട്ടുള്ള മുകളിലത്തെ സ്മോൾ ടി ആണ്. ആ സ്മോൾ ടി ആരുമായിട്ട് ചേരാനുള്ള ചാൻസാണ് കാണിക്കുന്നത്? ആരുമായിട്ട് ചേരാനുള്ള ചാൻസാ? താഴത്തെ വരിയിലുള്ള ആദ്യത്തെ ക്യാപിറ്റൽ ടി. അപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അത് നമ്മൾ ആരുടെ താഴെ എഴുതി? മുകളിലുള്ള സ്മോൾ ടിയുടെ താഴെ എഴുതി. ഇനി നോക്കിയേ, വീണ്ടും ചാൻസ് ഉണ്ടല്ലേ? മുകളിലത്തെ വരിയിൽ വലത്തോട്ടുള്ള ആദ്യത്തെ ക്യാപിറ്റൽ ടി അത് താഴത്തെ വരിയിലുള്ള ആദ്യത്തെ ക്യാപിറ്റൽ ടിയുമായിട്ട് ചേരാൻ ചാൻസ് ഉണ്ട്. അതെവിടെ എഴുതി? അതിന് തൊട്ട് താഴെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ. ആദ്യത്തെ വരിയിൽ വലത്തുവശത്തെ അറ്റത്തുള്ള സ്മോൾ ടി അതെന്തുമായിട്ട് ചേരാൻ ചാൻസ് ഉണ്ട്? ഇവിടുത്തെ സ്മോൾ ടിയുമായിട്ട് ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുണ്ടായി? സ്മോൾ ടി. ഈ രീതിയിലാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് എന്ന് എഴുതുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടിയുമായിട്ട് ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടിയുമായിട്ട് ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴോ ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ വീണ്ടും അതേ ക്യാപിറ്റൽ ടി തന്നെ വീണ്ടും സ്മോൾ ടിയുമായിട്ട് ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, പിന്നെ സ്മോൾ ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ ടിയും കൂടെ ചേർന്ന് ആദ്യം ഞാൻ പറയുന്നത് മുകളിൽ വലത്തോട്ടുള്ളത്, രണ്ടാമത് പറയുന്നത് താഴോട്ടുള്ളത്. ക്യാപിറ്റൽ ടിയും തമ്മിൽ ചേരുന്നു, ക്യാപിറ്റൽ ടി. പിന്നെ ക്യാപിറ്റൽ ടിയും താഴോട്ടുള്ള സ്മോൾ ടിയുമായിട്ട് ചേരുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അടുത്തതോ മുകളിൽ വലതുവശത്തുള്ള സ്മോൾ ടിയും താഴെ ആദ്യത്തെ ക്യാപിറ്റൽ ടിയും തമ്മിൽ ചേരുന്നു, എഗെയിൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി. മുകളിൽ രണ്ടാമതുള്ള സ്മോൾ ടി താഴെ രണ്ടാമതുള്ള സ്മോൾ ടിയുമായിട്ട് ചേരുന്നു, സ്മോൾ ടി. മൊത്തത്തിൽ എത്ര ടോൾ ഉണ്ടായി? 3 ടോള്. എത്ര ഡ്വാർഫ് ഉണ്ടായി? 1 ഡ്വാർഫ്. അപ്പോൾ 3 ടോളിന് 1 ഡ്വാർഫ് എന്ന് പറയുന്ന രീതിയിൽ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ടോൾ എന്ന് പറയുന്നതും ഡ്വാർഫ് എന്ന് പറയുന്നതും ഞാൻ ഓൾറെഡി പറഞ്ഞു. അതെന്താണ്? ഫീനോടൈപ്പാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഫീനോട്ടിപ്പിക് റേഷ്യോ ഇവിടെ ഉണ്ടായത് എന്താണ്? 3 tall is to 1 dwarf or 3 is to 1. ഇനിയും ഇവിടുത്തെ ജനിതഘടന ഏതൊക്കെയാ? ക്യാപിറ്റൽ ടി ഉണ്ടായിട്ടുണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായിട്ടുണ്ട്, സ്മോൾ ടി ഉണ്ടായിട്ടുണ്ട്. ക്യാപിറ്റൽ ടി വന്നാലും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലോ ടോളാണ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോൾ ടോളായത്? ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നതും സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നതുമാണെങ്കിലും ആ ചെടി ടോളാവാൻ കാരണം ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്. ആ ഡോമിനൻ്റ് ആയിട്ടുള്ളത് മാത്രം നിലനിൽക്കും, അത് മാത്രം പ്രകടമാകും, ആ സ്വഭാവം മാത്രം കാണിക്കും. സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നത് അത് റെസസീവാണ്, ആ സ്വഭാവം അവിടെ കാണിക്കത്തില്ല, മറഞ്ഞിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ 3:1 പ്രൊപ്പോർഷനിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ അവിടെ ഉണ്ട്. ഇനിയും ജനിതഘടന നോക്കിയാൽ ആ ജനിതഘടനയിൽ വ്യത്യസ്തതയുള്ള എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് റേഷ്യോ ആയിട്ട് എഴുതി വെച്ചാൽ ജീനോട്ടിപ്പിക് റേഷ്യോ ആയി. ക്യാപിറ്റൽ ടി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം, ശരിയല്ലേ? അപ്പോൾ ഒരു ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. സ്മോൾ ടി എത്ര ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ എന്തായി ജീനോട്ടിപ്പിക് റേഷ്യോ? 1:2:1. ഇനിയും ഇവിടെ ചെയ്ത് നോക്കിയ ഈ ക്രോസിനെ ഒരു പേര് പറയും, മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്താണ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് ഓഫ് ദി കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു മോണോഹൈബ്രിഡ് ക്രോസിൽ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 കോൺട്രാസ്റ്റിംഗ് പെയറുകളുടെ ഇൻഹെറിറ്റൻസ് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്വഭാവത്തിലുള്ള 2 കോൺട്രാസ്റ്റിംഗ് പെയറുകൾ, വ്യത്യസ്തത കോൺട്രാസ്റ്റിംഗ്, അതിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെ നടക്കുന്നു എന്ന് മാത്രം പഠിക്കുമ്പോൾ അതിനെ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഉദാഹരണം, ക്യാരക്ടർ സ്റ്റെം ഹൈറ്റ്, 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? ടോളും ഡ്വാർഫും. അതിനെപ്പറ്റി മാത്രം പഠിക്കുക. അപ്പോൾ ഒരു സ്വഭാവത്തിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പറ്റി മാത്രമാണ് പഠനം നടത്തുന്നതെങ്കിൽ അതിനെ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. അത്തരം ക്രോസുകൾ. മറ്റൊന്നെടുത്ത് നോക്കുക, ഫ്ലവർ കളർ ഈസ് എ ക്യാരക്ടർ. ആ സിംഗിൾ ക്യാരക്ടറിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് സ്വഭാവങ്ങൾ ഏതൊക്കെയാ? പർപ്പിളും വൈറ്റും. ആ പർപ്പിളിനും വൈറ്റിനും എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നു എങ്കിൽ മാത്രം പഠിക്കുന്നുവെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസ്. ഇനിയും ഫ്ലവർ പൊസിഷൻ നോക്കുക. ഫ്ലവർ പൊസിഷൻ ഈസ് എ ക്യാരക്ടർ. ആ ഒറ്റ ക്യാരക്ടറിന് 2 വ്യത്യസ്ത രൂപങ്ങളുണ്ട്, ആക്സിലറി ഉണ്ട്, ടെർമിനലുണ്ട്. ആ രൂപങ്ങളിൽ എങ്ങനെ ഇൻഹെറിറ്റൻസ് നടക്കുന്നു എന്ന് പഠിക്കുമ്പോൾ, ആ രൂപങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇൻഹെറിറ്റൻസ് അടുത്ത തലമുറയിൽ നടക്കുന്നതെന്ന് പഠിക്കുമ്പോൾ അതിനെ എന്ത് പറയും? മോണോഹൈബ്രിഡ് ക്രോസ്. സോ വാട്ട് ഈസ് മോണോഹൈബ്രിഡ് ക്രോസ്? ഇൻഹെറിറ്റൻസ് ഓഫ് ദി കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് പെയറുകൾ, ആ 2 കോൺട്രാസ്റ്റിംഗ് പെയറുകൾ എങ്ങനെ അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു, അതിന് ഏത് രീതിയിൽ മാറ്റങ്ങൾ വരുന്നു, അതാണ് മോണോഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ ഡോമിനൻ്റ് എന്നും റിസസീവ് എന്നും കണ്ടോ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ചെയ്ത് നോക്കിയപ്പോൾ ഒരു റൗണ്ട് ചെടിയെയും ഒരു റിങ്കിൾഡ് ചെടിയെയും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ F1 ജനറേഷൻ എല്ലാം റൗണ്ടായി പോയി, F2 ജനറേഷനോ റൗണ്ടും റിങ്കിൾഡും 3:1 പ്രൊപ്പോർഷനിൽ കിട്ടി. 3 റൗണ്ട് ഈസ് ടു 1 റിങ്കിൾഡ്. അപ്പോൾ റൗണ്ട് അവിടെ ഡോമിനൻറ്റുമാണ്, റിങ്കിൾഡ് റിസസീവ്. ഇനി ഗ്രീനും യെല്ലോയുമാണ് കൺസിഡർ ചെയ്യുന്നത് പോഡ് കളറെങ്കിൽ, ഗ്രീൻ പോഡോട് കൂടിയ ഗ്രീൻ ഫ്രൂട്ടോട് കൂടിയ ഒരു ചെടിയും യെല്ലോ ഫ്രൂട്ടോട് കൂടിയ ഒരു ചെടിയും ക്രോസ് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ജനറേഷനിലുണ്ടായ ചെടികളെല്ലാം ഗ്രീനായി പോയി. അടുത്ത ജനറേഷനിലുള്ളതോ ഗ്രീനും ഉണ്ടായി യെല്ലോയും ഉണ്ടായി. ഏത് റേഷ്യോ? 3:1 റേഷ്യോ. അപ്പോൾ ഫസ്റ്റ് തലമുറയിൽ ഗ്രീൻ മാത്രം വരാൻ കാര്യം ഗ്രീൻ കളറിനെ നിയന്ത്രിക്കുന്നത് ഡോമിനൻ്റ് ആയിപ്പോയി, യെല്ലോയെ നിയന്ത്രിക്കുന്നത് എന്താണ്? റിസസീവ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മോണോഹൈബ്രിഡ് ക്രോസ് മെൻഡൽ ഇവിടെ നടത്തിയ ഈ മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് മെൻഡൽ 2 ലോസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയും, പ്രകട സ്വഭാവ നിയമം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ പ്രകട സ്വഭാവ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഇതിൽ മെൻ്റൽ പറയുന്നത്. ഒന്ന്, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നും വരാത്ത ക്ലിയർ ആയിട്ടുള്ള യൂണിറ്റ്. അപ്പോൾ
സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് മാറ്റങ്ങൾ വരാത്ത യൂണിറ്റുകളാണ്. ഈ യൂണിറ്റുകൾക്ക് ഫാക്ടേഴ്സ് എന്ന് പേര് പറയുന്നു. ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മളിപ്പോൾ അതിന് പകരം ജീൻ എന്നാണ് പറയുന്നത്, അല്ലേ? ദെൻ ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. എപ്പോഴും ഫാക്ടറുകൾ ഈ രണ്ടെണ്ണം ഇതേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന മിനിമം എത്ര ഫാക്ടർ ഉണ്ടെന്നർത്ഥം? 2 ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. മൂന്നാമത് പറയുന്നത് എന്താ? ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് one member of the pair dominates the other. നോക്കുക, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 വ്യത്യസ്ത ഫാക്ടറുകളാണ് വരുന്നതെങ്കിൽ അതാണ് ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 വ്യത്യസ്ത ഫാക്ടറുകളാണ് വരുന്നതെങ്കിൽ, ഉദാഹരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി. പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവം, ആ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 വ്യത്യസ്ത ഫാക്ടറുകളാണ് ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെയും സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 വ്യത്യസ്ത ഫാക്ടേഴ്സ് ഒരു ജീവിയിൽ വന്നാൽ 1 മെമ്പർ ഓഫ് ദി പെയർ, ആ 2 ഫാക്ടേഴ്സിൽ ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യുന്നു. അതിനെ ഡോമിനൻ്റ് ഫാക്ടർ എന്ന് പറയുന്നു. അടുത്തത് റിസസീവ് ഫാക്ടർ എന്ന് പറയും. ഡോമിനേറ്റ് ചെയ്യുന്നത് ഏതാണോ ആ ഫാക്ടർ, ഏത് സ്വഭാവത്തെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ ചെടി കാണിക്കും. റിസസീവ് ഫാക്ടർ ഏതാണോ ആ ഫാക്ടർ ഏത് സ്വഭാവത്തിനാണോ കാരണമാകുന്നത് അത് ആ ചെടിയിൽ കാണിക്കത്തില്ല. ഉദാഹരണം വഴി ഞാൻ പറയാം. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്, ഉദാഹരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നു, സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നു. 1 മെമ്പർ ഓഫ് ദി പെയർ ഡോമിനേറ്റ്സ് ദി അതർ. ഏതാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അത് ഡോമിനൻ്റ്, അടുത്തത് റിസസീവ്. ഏതാണോ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി. അതേത് സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു? ടോൾനെസ്സിനെ. അതുകൊണ്ട് ആ ചെടി എന്തായിപ്പോയി? ടോളായി. അതിൻ്റെ കൂടാരത്തിപ്പുണ്ട് സ്മോൾ ടി. പക്ഷേ സ്മോൾ ടി എന്തായില്ല? പ്രകടമായില്ല. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? റിസസീവ്. അപ്പം ഏത് സ്വഭാവമാണോ പ്രകടമാകുന്നത് അത് ഡോമിനൻ്റ് ക്യാരക്ടർ. ഏത് സ്വഭാവമാണോ പ്രകടമാകാതിരിക്കുന്നത് അത് റിസസീവ് ക്യാരക്ടർ. ഇനിയും ഏത് ഫാക്ടറാണോ പ്രകടമാകുന്നത് അത് ഡോമിനൻ്റ് ഫാക്ടർ. ഏത് ഫാക്ടറാണോ പ്രകടമാകാതിരിക്കുന്നത് അത് റിസസീവ് ഫാക്ടർ. മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി അതേപോലെ തന്നെ നോക്കുക, ഗ്രിഗർ മെൻഡൽ ഇതേ ടൈപ്പ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ ഒരു സെക്കൻഡ് ലോയും കൂടെ കൊണ്ടുവന്നു, ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യും. നോക്കി, ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the members of the allelic pair of a trait means character, that remained together in the parent segregate or separate during gamete formation, and only one of the factors enters a gamete. അപ്പോൾ ഇവിടെ ഈ അലീലിക് പെയർ എന്നൊരു ടേം ഉപയോഗിച്ചിട്ടില്ലേ? ഫാക്ടർ എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ പറയുന്ന ടേമാണ് അലീൽ. ജീനെന്നും അലീലെന്നും ഒക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥമാണ്. ഉദാഹരണത്തിന് സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ 2 അലീൽസ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി. ഇപ്പം നമ്മൾ അങ്ങനെയാണ് പറയുക. ഫ്ലവർ കളർ എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ 2 അലീൽസ് ആണ് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ആർ എന്നും സ്മോൾ ആർ എന്നും എടുക്കുന്നു. ക്യാപിറ്റൽ ആർ പർപ്പിളിനെ നിയന്ത്രിക്കുന്നതാണെങ്കിൽ സ്മോൾ ആർ വൈറ്റിനെ നിയന്ത്രിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒക്കെ ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയാം, ജീനാണ് കേട്ടോ. ഇപ്പം ജീനാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വഭാവം ഒന്നെന്ന് കൺസിഡർ ചെയ്യുന്നു. ആ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രൂപങ്ങൾ 2 അതിൽ കൂടുതലോ ഒക്കെ വരാം, അല്ലേ? ഇവിടെ നമ്മൾ മെൻ്റലിൻ്റെ കേസിൽ 2 വരും. മെൻ്റൽ പഠിച്ച പൈസം സെറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ 2 വരും. ആ ഓരോ രൂപത്തെയും നിയന്ത്രിക്കുന്ന ജീനിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക? അലീൽ എന്ന് വിളിക്കുക. അപ്പോൾ സ്റ്റെം ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ 2 വ്യത്യസ്ത രൂപങ്ങളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി സ്മോൾ എന്തിനെ നിയന്ത്രിക്കുന്നു? ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നു. സ്മോൾ ടി എന്തിനെ നിയന്ത്രിക്കുന്നു? ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും നമ്മൾ പറയും ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആർ ദി അലീൽസ് ഓഫ് ദി ജീൻ കൺട്രോളിങ് സ്റ്റെം ഹൈറ്റ്.
അപ്പം സ്റ്റെം ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്നു, സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ പറയുമ്പോൾ നമ്മൾ എന്തു പറയും? ഒരു ചെടിയിൽ സ്റ്റെം ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന ജീനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ അതിനകത്ത് ക്യാപിറ്റൽ ടി കാണാം, ആ അലിയിലായിരിക്കും കാണുക, അല്ലെങ്കിൽ സ്മോൾ ടി കാണാം, അല്ലേ? ഇനിയും ചിലപ്പോഴോ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കാണാം, അല്ലേ? ഇവിടെ എന്തൊക്കെ ചാൻസ് ഉണ്ട്? ക്യാപിറ്റൽ ടി വരാൻ ചാൻസ് ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരാൻ ചാൻസ് ഉണ്ട്, സ്മോൾ ടി വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചു വയ്ക്കും. അപ്പോൾ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെയാണ് നമ്മൾ അലീലുകളെന്ന്. അപ്പോൾ മെൻ്റൽ പറഞ്ഞത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ അറ്റ്ലീസ്റ്റ് 2 അലീൽസ് എങ്കിലും ഒരു ജീവിയിലല്ലെങ്കിൽ ചെടിയിലുണ്ട്. ഇനിയും ആ ലോ നോക്കിയേ. നമ്മൾ ആ F1 ജനറേഷനിലുണ്ടായ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇല്ലേ, അതിൽ നിന്ന് ഗ്യാമീറ്റ്സ് ഉണ്ടായപ്പോൾ എന്തൊക്കെ ഉണ്ടായി? ഏതൊക്കെ ഗ്യാമീറ്റ്സ് ഉണ്ടായി? ക്യാപിറ്റൽ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഉണ്ടായി, സ്മോൾ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഉണ്ടായി. അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ കിട്ടിയത്. അടുത്ത തലമുറയിൽ 3:1 റേഷ്യോയിൽ ടോളും ഡ്വാർഫും കിട്ടാൻ കാര്യം എന്തുകൊണ്ടാണ്? അങ്ങനെ മെൻ്റൽ എടുത്തോണ്ടാണ്. ഇവിടെ നോക്കി, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ആ F1 ജനറേഷനിലെ ചെടി പേരൻ്റ് ആയപ്പോൾ അവിടെ നോക്കി എന്തോ സംഭവിച്ചേ? ഇനി നോക്കി, the members of the allelic pair of a trait that remained together in a parent. ഇവിടെ F1 ജനറേഷനിലെ ടോൾ പ്ലാന്റ് പേരൻ്റ് ആകുമ്പോൾ അവിടെ the members of the allelic pair of a trait that remain together in the parent, പേരൻ്റിൽ ഒന്നിച്ചു നിന്ന ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 അലീലുകൾ, അലീലിക് പെയറുകൾ. ഇവിടെ നോക്കുക, ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ നിയന്ത്രിക്കുന്ന അലീലാണ്, സ്മോൾ ടി ഡ്വാർഫ്നെസ്സിനെ നിയന്ത്രിക്കുന്ന അലീലാണ്. അലീലിക് പെയറായി, അല്ലേ? ഈ അലീലിക് പെയർ, ഈ 2 അലീലുകൾ പേരൻ്റിൽ ഒന്നിച്ച് നിൽക്കുന്നു. ഇനിയും ആ പേരൻ്റിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഒന്നിച്ച് നിൽക്കുന്ന 2 അലീലുകളും സെപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ അതിൽ ഒരെണ്ണം മാത്രം ഗ്യാമീറ്റിലോട്ട് പോകും. ഒരു ഗ്യാമീറ്റിലോട്ട് ഒരെണ്ണമേ പോകത്തുള്ളൂ, 2 കൂടെ പോകത്തില്ല എന്നർത്ഥം. ക്ലിയർ ആയോ? ഒരു ഗ്യാമീറ്റിലേക്ക് ഒരു ഫാക്ടറേ പോകത്തുള്ളൂ. അതായത് ക്യാപിറ്റൽ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റോടുണ്ടാകും, സ്മോൾ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഉണ്ടാകും. പക്ഷേ ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റ് ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്, സിംപിളി പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് പേരൻ്റ് എങ്കിൽ അവിടെ ക്യാപിറ്റൽ ടി കണ്ടെയ്നിങ് ആയിട്ടുള്ള ഗ്യാമീറ്റുകളും ഉണ്ടാകും, സ്മോൾ ടി കണ്ടെയ്നിങ് ആയിട്ടുള്ള ഗ്യാമീറ്റുകളും ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഗ്യാമീറ്റ് ഉണ്ടാകില്ല എന്നാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. അപ്പോൾ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 അലീലുകൾ ഉണ്ട് എങ്കിൽ, 2 ഫാക്ടറുകൾ ഉണ്ട് ഒരു ജീവിയിലെങ്കിൽ, ആ ജീവിയിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ജീവിയിലിരിക്കുന്ന ഈ 2 ഫാക്ടറുകളും, ഒന്നിച്ചിരിക്കുന്ന 2 ഫാക്ടറുകളും സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ ഒരു ഫാക്ടർ ഒരു ഗ്യാമീറ്റിലോട്ട് പോകും, രണ്ടാമത്തെ ഫാക്ടർ മറ്റൊരു ഗ്യാമീറ്റിലേക്കേ പോകത്തുള്ളൂ, ആദ്യത്തെ ഗ്യാമീറ്റിലേക്ക് പോകില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാമീറ്റിൽ എപ്പോഴും ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. അപ്പോൾ സിംപിളി എന്താണ്? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന, ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന, ഒരു ട്രെയ്റ്റിനെ നിയന്ത്രിക്കുന്ന അലീലിക് പെയറുകൾ ഒരു പേരൻറ്റിലുണ്ടെങ്കിൽ ആ അലീലിക് പെയറിലെ
2 അലീലുകൾ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് ഒരെണ്ണം മാത്രം ഒരു ഗാമീറ്റിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരു ഗാമീറ്റിലേക്ക് പോകത്തില്ല എന്നാണ്. ക്ലിയറായി എന്ന് ഇനിയും അവിടെ ആ ക്രോസിൽ എന്താ ചെയ്തേ എന്നാണ് പറയുന്നത്. വെൻ എ ക്രോസ് വാസ് മെയ്ഡ് ബിറ്റ്വീൻ എ ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റ് ആൻഡ് എ ട്രൂ ബ്രീഡിംഗ് ഡ്വാർഫ് പീ പ്ലാന്റ്. ഈ ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളും ഡ്വാർഫും മാത്രം ഉണ്ടാകുന്ന കേസുകളാണ് കേട്ടോ. അതായത് ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഒരു ചെടിയെ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ചെയ്യിക്കും. 3-4 തലമുറ അതിനെ സെൽഫ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പുതിയ ചെടി അതൊരു ട്രൂ ബ്രീഡിംഗ് ആയിരിക്കും. 2 ചെടികളെ എടുക്കുന്നു, ഒരു ചെടിയെ എടുക്കുന്നു, അതിനെ സെൽഫ് ചെയ്യിക്കുന്നു, അടുത്ത തലമുറ ഉണ്ടാക്കുന്നു. ആ ചെടിയെ എടുക്കുന്നു, അതിനെ വീണ്ടും സെൽഫ് ചെയ്യിക്കുന്നു, അടുത്ത തലമുറ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു 3-4 തലമുറ സെൽഫ് ചെയ്യിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സന്തതിയാണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോൾ പ്ലാന്റ് ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ആ ടോൾനെസ് എന്ന് പറയുന്ന സ്വഭാവം ഫിക്സഡ് ആയിരിക്കും, മാറ്റം വരാതെ. കാരണം കുറേ തലമുറ സെൽഫിങ് നടത്തി ഉണ്ടാക്കിയെടുത്ത ടോൾ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെയും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഡ്വാർഫ് പീ പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഓൾ ദി പ്ലാന്റ്സ് ഇൻ ദി F1 ജനറേഷൻ വേർ ടോൾ. F1 ജനറേഷനിലുള്ള എല്ലാ പ്ലാന്റ്സും ടോളായി പോയി. വെൻ ദി F1 ഇൻഡിവിജ്വൽസ് ആർ അലൗഡ് ടു സെൽഫ് പോളിനേറ്റ്, F1 തലമുറയിലുണ്ടായ ചെടികളെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്നിട്ടോ ആൻഡ് F2 ജനറേഷൻ ഈസ് റേസ്ഡ്, എന്നിട്ട് F2 ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എന്താണ് അവിടെ കാണാൻ പറ്റിയത്? ദി ടോൾ പ്ലാന്റ്സ് ആൻഡ് ദി ഡ്വാർഫ് പ്ലാന്റ്സ് വെയർ ഇൻ ദി റേഷ്യോ 3:1. ടോൾ പ്ലാന്റ്സും ഡ്വാർഫ് പ്ലാന്റ്സും 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഉണ്ടായതായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ തന്നെത്താനെ ഒരു ക്രോസ് ഒന്ന് എഴുതി നോക്കുക. ഇപ്പോൾ ഫ്ലവർ കളർ വെച്ചിട്ട് പർപ്പിൾ എന്നും വൈറ്റ് എന്നും ഉള്ളത് കൺസിഡർ ചെയ്ത് ഇതേപോലെ തന്നെ എഴുതുക. ഇപ്പോൾ ടോളെന്നും ഡ്വാർഫ് എന്നുള്ളതിന് പകരം പർപ്പിൾ എന്നും വൈറ്റ് എന്നും എഴുതുക. പർപ്പിള് അതിനെ നിയന്ത്രിക്കുന്ന 2 ഫാക്ടറുകൾ വേണമല്ലോ. എന്തെടുക്കണം? പർപ്പിൾ ഡോമിനൻ്റ് അല്ലേ? ഏത് വേണമെങ്കിൽ എടുത്തോ, ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ വേണ്ട, അതിന് പകരം വ്യത്യസ്ത. ഇപ്പോൾ ഫ്ലവർ കളർ ആകുമ്പോൾ ക്യാപിറ്റൽ ആർ പർപ്പിളിനെ നിയന്ത്രിക്കുന്നു, സ്മോൾ ആർ വൈറ്റിനെ നിയന്ത്രിക്കുന്നു. അത് അനുസരിച്ച് ഇങ്ങോട്ട് എഴുതി വരിക. സീഡ് കളർ എടുക്കുക. ഏതൊക്കെയാ? യെല്ലോയും ഗ്രീനും. പേരൻസ് എന്നുള്ളിടത്ത് യെല്ലോ എടുക്കുക, പിന്നെ യെല്ലോയും ഗ്രീനും എഴുതുക. യെല്ലോയ്ക്ക് എങ്ങനെ കൊടുക്കാം? ക്യാപിറ്റൽ വൈ എന്ന് കൊടുക്കുക. ഗ്രീനിന് സ്മോൾ വൈ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ താഴോട്ടൊന്ന് റിസൾട്ട് എഴുതി വന്നേ. എല്ലാ കേസിലും ഓർക്കുക, അവസാനം റിസൾട്ട് കിട്ടുന്ന ഇപ്പോൾ യെല്ലോയും ഗ്രീനും ആണെങ്കിൽ അവസാനം എങ്ങനെ കിട്ടും? 3 യെല്ലോയും 1 ഗ്രീനും എന്നുള്ള കണക്ക് കിട്ടണം. ഇങ്ങനെ ഈ 7 സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന, നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരികയാണ്, ഒരു അസൈൻമെൻ്റ് ആണ്. ഈ 7 സ്വഭാവങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 7 സ്വഭാവങ്ങളുടെയും ഇതേപോലെ മോണോ ഹൈബ്രിഡ് ക്രോസുകൾ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് കൊടുക്കാം. ഇപ്പോൾ റൗണ്ട് റിങ്കിൾഡും ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ആർ റൗണ്ട്, സ്മോൾ ആർ റിങ്കിൾഡ് എടുക്കാം. ഇൻഫ്ലേറ്റഡും കൺസ്ട്രിക്റ്റഡും ആണ് എടുക്കുന്നതെങ്കിൽ ഇഷ്ടമുള്ളത് എടുത്തോളൂ. ക്യാപിറ്റൽ ഐ ആണ് ഇൻഫ്ലേറ്റഡ് എങ്കിൽ കൺസ്ട്രിക്റ്റഡ് എന്തെടുക്കണം? സ്മോൾ ഐ എടുക്കണം എന്നേ ഉള്ളൂ. ആ രീതിയിൽ ക്രോസ് എഴുതി വരിക. ഓരോന്നിൻ്റെയും ക്യാരക്ടർ എഴുതുക. ഇപ്പോൾ ഇൻഫ്ലേറ്റഡും കൺസ്ട്രിക്റ്റഡും ആണെങ്കിൽ അവസാനം റിസൾട്ട് കിട്ടുമ്പോൾ എന്തെഴുതണം? 3 ഇൻഫ്ലേറ്റഡും 1 കൺസ്ട്രിക്റ്റഡും നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഇന്ന് തരുന്ന ഹോംവർക്ക് ഈ 7 സ്വഭാവങ്ങളും വെച്ചുകൊണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസുകൾ ഒരു പേപ്പറിൽ എഴുതുക. പേപ്പറിൽ എഴുതി കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ വിളിക്കുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് പേപ്പർ ഇട്ടിരുന്നു. ആ ടെസ്റ്റ് പേപ്പറിന് 3 പേരോ മറ്റോ ആണ് അറ്റൻഡ് ചെയ്തത്. ബാക്കിയുള്ളവർ മഹാ ഉഴപ്പാണ്. ഇങ്ങനെ ആയാൽ പറ്റത്തില്ല. നമ്മൾ പഠനത്തിനകത്ത് ഉഴപ്പ് വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പല കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. പക്ഷേ അതെന്തെങ്കിലും ആകട്ടെ, അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇടണമെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഒരു സ്വയം വിലയിരുത്തൽ നടത്തി നോക്കുക. എത്ര പേര് അതിന് ആൻസർ ഇട്ടു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങളൊക്കെ 10ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണ്. തല്ലി അടിച്ചും പഠിപ്പിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരവർക്ക് തന്നെ പഠിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാകേണ്ട കാലമൊക്കെ അതിക്രമിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ തന്നതിന് ശേഷം ടെസ്റ്റ് പേപ്പർ ഇട്ട ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ആൻസർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒരു വിലയിരുത്തൽ ചെയ്ത് നോക്കുക. എത്ര പേര്
അതിൻ്റെ ആൻസർ ചെയ്ത് ഇട്ടു. അവരവർ തന്നെ അത് സ്വയം ഒരു വിലയിരുത്തൽ നടത്തുക. ഇത് ശരിയാണോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് സ്വയം ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു.